ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബുക്കുത്തി വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊരു പരീക്ഷണമാണ്. എല്ലാവരും ഇപ്പോഴുള്ള എല്ലാ നമ്മളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇടുന്ന ഒരു അടിപൊളി മാസ്ക് എന്ന് പറയപ്പെടുന്ന ഒരു മാസ്കാണ് ഡോവിൻ്റെ 10-in-1 അങ്ങനെ എന്തൊരു സാധനം. പേര് നോക്കിയിട്ടില്ല, ഞാൻ എന്തായാലും ഓർഡർ ചെയ്തു വന്നു. അപ്പം നമ്മൾ യൂസ് ചെയ്യുവാണ്. എൻ്റെ കേളി ഫ്രിസി ഹെയർ ആണ്, കണ്ടല്ലോ. ഇത്രയും അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. ഞാനിപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സോ ഇത്രയും അഴുക്ക് പിടിച്ച് കിടക്കാണ്. അപ്പം നമുക്ക് ഈ ഹെയറിൽ അതൊന്ന് പരീക്ഷിക്കാം. അപ്പം അതിന് നമ്മൾ ഷാംപൂ, ദെൻ കണ്ടീഷണർ നമ്മൾ ഡീടാങ്കിൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ മാസ്ക് ഇടുക, ഒരു 5 to 10 minutes. അത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സിറംസോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ക്രീംസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാകും ഈ ഒരു മുടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് കാണാം. ഞാനിതിപ്പോൾ കേളി ഹെയർ റൊട്ടീൻ ചെയ്തിട്ടിട്ട് ഒരു 1 week കഴിഞ്ഞ് തല നനയ്ക്കാൻ. സോ നമുക്ക് തല നനയ്ക്കാം. ഓക്കെ, ടാറ്റാ. നമുക്ക് നേരെ ബാത്റൂമിലോട്ട് പോവാം. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണേ. അപ്പം ഇതിൽ 12% പ്രോട്ടീൻ പെപ്റ്റൈഡ് കോംപ്ലക്സ് ഉണ്ട്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വായിച്ച് നോക്കി. അപ്പോൾ ഇത് വർക്കാകും എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. പ്ലസ് ഇതിൽ 10-in-1 ഹെയർ മാസ്ക് എന്നാണ് പറയുന്നത്. 10 types ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസസ് ഉണ്ട്. നമ്മളുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഡബിൾ സ്ട്രോങ് ആക്കാനും ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഹെയറിൻ്റെ പ്രശ്നങ്ങൾ 5 minutesനുള്ളിൽ മാറ്റാൻ പറ്റും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ടാണ്, എനിക്ക് കുറച്ച് നീളക്കുറവുള്ളത് കൊണ്ട് ഇത്രയും താഴ്ന്നു നിൽക്കും. എക്കോ ഉണ്ടെന്ന് എനിക്കറിയാം. സോ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. ഓക്കെ, ഹെയറിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കണ്ടല്ലോ, അങ്ങനെ ഇത്രയും മോശമായ ആ മുടി ഞാൻ നനയ്ക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ നനച്ചു. ആദ്യം നമ്മൾ ഇച്ചിരി വെറ്റോടെ കൂടെ തന്നെ വേണം ചെയ്യാൻ. ഡ്രൈ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഒരു പ്രൊഡക്റ്റും. ഇത് കേളപ്പിൻ്റെ ഷാമ്പു ആണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1.5 year ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ല 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് കേളപ്പിൻ്റെ ഈ ഒരു ഷാമ്പു. ഇത് കേളി ഹെയർസിന് നല്ലതാണ്. ഇത് അതിൻ്റെ കണ്ടീഷണറാണ്. ഇനി എല്ലാം കണ്ടീഷണർ ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും എമൽസിഫൈ ചെയ്തിട്ട് വേണം ഇടാൻ. എമൽസിഫൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമൽസിഫൈ ചെയ്യുന്നത്. എമൽസിഫൈ ചെയ്തതിന് ശേഷം പ്ലെയിൻ ഹാൻഡ് മോഷനിൽ വേണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ മാസ്ക് ഇടുമ്പോഴായിക്കോട്ടെ, മാസ്ക് ഇടുമ്പോൾ നമ്മൾ സ്കാൽപ്പിലോട്ട് കൊടുക്കണ്ട, ഹെയറിൽ മാത്രം കൊടുത്താൽ മതി. അപ്പം നമ്മൾ കണ്ടീഷണർ ഇട്ടതിന് ശേഷം ഡീടാങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ മാസ്ക് എടുക്കുന്നത്. അപ്പം ഇനി മാസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത്, എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈൽഡ് സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ ഒരു സ്മെല്ല് ട്രിഗർ ചെയ്യുമെന്ന്. അവർക്കും സ്യൂട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ച് നേരം ഒരു 5 to 10 minutes ഞാൻ വെച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുകയാണ്. അപ്പം അതിനിടയ്ക്കുള്ള കലാവിരുതുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സമയം പോകണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്യാം. വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തോന്നി. നമ്മുടെ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ തുണി അതിലൊക്കെ തൊടുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായി സ്ക്രഞ്ച് ഔട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ആമസോണിലൊക്കെ കിട്ടുന്നൊരു സൂട്ട് കേട്ടോ. ഞാനേ ലൈറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതാണ് ഇത്രയും ഭൂതത്തെ പോലെ ഇരിക്കുന്നത്. സോ അല്ലെങ്കിൽ ഈ റൂമിൽ ഇട്ടിരിക്കുന്നു, കുറച്ച് ലൈറ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ മുടിയുടെ. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമുക്ക് ഇതൊന്ന് പകൽ വെളിച്ചത്തിൽ കാണാം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ ഇതൊന്ന് ഉണങ്ങണം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് തൊടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുമാതിരി സിലിക്കി ആ ഒരു ഫീലുണ്ട്. ബട്ട് അറിയത്തില്ല, നമുക്ക് ഉണങ്ങി കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഉണക്കിയിട്ട് വരാം. സോ ലെറ്റ്സ് ഗോ ടു ദ ഉണക്കൽ.
കുറച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കേളപ്പിൻ്റെ തന്നെ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇത് അനിവാര്യമാണ്. പിന്നെ മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കേളൊക്കെ ഡിഫൈൻഡ് ആയിട്ട് വരികയും അതുപോലെ തന്നെ നല്ല വോളിയം തോന്നുകയും അതുപോലെ തന്നെ മുടിക്ക് നല്ല പ്രോട്ടീനൈസ്ഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഒരു ഡ്രൈനെസ്സോ പൊട്ടലോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. ഇതിലിവർ പറയുന്നത് 3 വർഷം വരെ പഴക്കമുള്ള എല്ലാ ഹെയർ ഡാമേജസും ഒറ്റ യൂസിൽ തന്നെ കുറയ്ക്കും എന്നാണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് ഹെയർ ഡാമേജസ് ഇല്ല, പക്ഷേ എൻ്റെ ഹെയർ നല്ല ഫ്രിസ്സായിരുന്നു, അതെല്ലാം മാറി കിട്ടി. നല്ലപോലെ മോയ്സ്ചർ റിച്ച് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഓക്കെ, ബൈ.